നമസ്കാരം, വിമൻ ഓൺ ദ മൂവിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അമ്മമാർ എപ്പോഴും സ്പെഷ്യൽ ആണല്ലേ. അപ്പോൾ അമ്മമാരുടെ സന്തോഷത്തിനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ സ്വന്തം അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു അമ്മ ഒരുപാട് അമ്മമാരുടെ അമ്മ ചിരിക്കായി എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഗീത് ഇൻ്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ MD കൂടെയായ ഗീത രാധാകൃഷ്ണൻ മാമാണ്. മാമിനെ വിമൻ ഓൺ ദ മൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ ഒരുപാട് അമ്മമാരുടെ സന്തോഷത്തിനായി ചെയ്ത ആ കാര്യത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ മാമിൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ ആ കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഗീത് ഇൻ്റർനാഷണൽ എന്ന ട്രാവൽസ് ആൻഡ് ടൂർസ് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ, ആ ഒരു റോള് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞങ്ങൾ ഗീത് ഇൻ്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസ് കഴിഞ്ഞ 16 വർഷമായി ഉള്ളൂർ ആക്കുളം റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 30 വർഷത്തോളമായി. ഈ ട്രാവൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 30 വർഷമായി. ഞാൻ ആസ് എ സ്റ്റാഫായിരുന്നു വേറൊരു ട്രാവൽ കമ്പനിയിൽ. അത് കഴിഞ്ഞൊരു 2010-12 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഓൺ സ്ഥാപനം ബിൽഡ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ഉള്ളൂർ ആക്കുളം റോഡിലാണ്. RK കോംപ്ലക്സ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേര്. ഉള്ളൂരിൽ നിന്ന് ഒരു 500 മീറ്റർ അടുത്താണ്. ഈ സ്ഥാപനം തുടങ്ങാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മുതലേ ഒരു ബിസിനസ്സുകാരിയാകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫസ്റ്റ് അംബീഷൻ അതല്ലായിരുന്നു ഒരു ഡോക്ടർ ആവണമെന്ന്. പിന്നെ സെക്കൻഡ് അംബീഷനാണ് ഒരു ആസ് എ ബിസിനസ് വുമൺ, ഒരു എൻ്റർപ്രണർ ആവണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ആദ്യം വരുന്ന സ്ഥാപനത്തിൽ കാര്യങ്ങളെല്ലാം പഠിച്ചു മനസ്സിലാക്കി സ്വന്തമായി. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരു എംപ്ലോയി ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം തന്നെ ജോലി റിസൈൻ ചെയ്ത് ഞങ്ങളുടെ ഓൺ സ്ഥാപനം നടത്തുകയാണ് ചെയ്തത്. ഞാൻ അതിൽ നിന്ന് ഇന്ന് വളർന്ന് അതൊരുവിധം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ലെവലിലോട്ട് എനിക്ക് എത്തിച്ചേർക്കാൻ സാധിച്ചു. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് വന്നപ്പോൾ ട്രാവൽ ആൻഡ് ടൂർസ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു ബിസിനസ് തന്നെയാണ്. കാരണം എല്ലാം ഓർഗനൈസ് ചെയ്യുക, ഇൻ കേസ് എന്തെങ്കിലും ഡിലേസോ ക്യാൻസലേഷനോ, അപ്പോൾ വെതർ കാരണം നമ്മുടെ ടിക്കറ്റ്സ് ക്യാൻസൽ ആകാം, അല്ലെങ്കിൽ ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റിസ്കി ആയിട്ടുള്ള ജോബ് തിരഞ്ഞെടുത്തതിന് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു റീസൺ ഉണ്ടോ ശരിക്കും? കാരണം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നു അത് സത്യം തന്നെയാണ്. പക്ഷെ അതല്ല ഒരു കാരണം. എനിക്ക് ജോബിൽ എപ്പോഴും നല്ല ബിസി ആയിരിക്കണം. ആ ഒരു ജോബായിരുന്നു എനിക്കിഷ്ടം. കാരണം ഞാൻ വീട്ടിലായിരുന്നപ്പോൾ വീട്ടുകാർ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ PSC ഒക്കെ എഴുതാൻ പറയും. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയാൽ എവിടം വരെ എത്തും എന്ന് എനിക്കറിയാം. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലായിരിക്കില്ല നമ്മുടെ ഒരു ബിസിനസ്സുകാരുടെ ലൈഫ് സ്റ്റൈല്. അതുകൊണ്ട് എനിക്ക് റിസ്കി ഇഷ്ടമാണ്. കുറച്ച് ബിസി ആയിരിക്കുന്നൊരു വർക്ക് ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കണം. ഞാൻ കാരണം കുറച്ച് കുടുംബങ്ങളിൽ സമൃദ്ധി എത്തിക്കണം. അതെനിക്ക് പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം തന്നെ തുടങ്ങാനുള്ളൊരു കാരണം. കഴിഞ്ഞ 16 വർഷമായിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ട് കമ്പനിയിൽ? ഇപ്പോൾ 13 സ്റ്റാഫ്. അത് 4 സ്റ്റാഫിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും ഉള്ളൂർ തന്നെയായിരുന്നു സ്ഥാപനം. ഇപ്പം ഞങ്ങളുടെ ഓൺ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഒരു 4 നില ബിൽഡിങ്ങാണ്. അതിൽ ഞങ്ങളുടെ ഓൺ ബിൽഡിങ്ങിലാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം. കഴിഞ്ഞ മെയ് 12 ആയിരുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം, അതായത് ഓൺ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം. ഇതുവരെ 2 സ്ഥലങ്ങളിലായിട്ട്, ഉള്ളൂരിൽ തന്നെ 2 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ദൈവസഹായം കൊണ്ട് സ്വന്തമായി ഒരു ബിൽഡിംഗ് കെട്ടാനും അവിടെ 13ഓളം പേർക്ക് ജോലി കൊടുക്കാനും, വളരെ കൂടുതൽ കോർപ്പറേറ്റ് ക്ലയൻസാണ്, എല്ലാ ഒഫീഷ്യൽ ക്ലയൻസാണ് നമ്മുടെ മേജർ ബിസിനസ്. അപ്പോൾ അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 100% അവരുടെ സർവീസിൽ ഡെഡിക്കേറ്റഡ്, 24 hours നമ്മൾ സർവീസ് കൊടുക്കും. അതുകൊണ്ടാണ് നമുക്കിത് ഈ നിലയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ ഓഫീസ് ടൈം 10 to 5 അല്ല, എനി ടൈം ആൾക്കാർ വിളിച്ചാലും നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കും.
ഓക്കെ. അപ്പോൾ ഈ കോർപ്പറേറ്റ് കമ്പനീസിന് അല്ലെങ്കിൽ കോർപ്പറേറ്റിനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു റീസ്കെഡ്യൂളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസലേഷൻസോ കാരണം കസ്റ്റമറുമായിട്ട് ഒത്തിരി ഒരു കോൺവെർസേഷൻ നടത്തേണ്ടി ഒരു ടു ആൻഡ് ഫ്രോ കോൺവെർസേഷൻ വന്നു, അത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിലേക്ക് എത്തിയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പൊതുവേ വരുന്നത് സ്റ്റാഫ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ സ്റ്റാഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിന് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലാവുന്ന സാഹചര്യത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. കാരണം ഞാൻ ഒരു സീനിയർ സ്റ്റാഫ് എന്നുള്ള നിലയ്ക്കാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, ഒരു മാനേജിങ് ഡയറക്ടറായിട്ടേ അല്ല. അപ്പോൾ അവരോടൊപ്പം നിന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരിൽ നിന്നെങ്കിലും അനുഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഫോൺ അവരുടെ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർക്ക് ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വരെ പൈസ ചിലവാക്കിയ ആൾക്കാരെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ക്ലയൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ആർക്കും അങ്ങനെ ഞങ്ങളിൽ നിന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല, ഉറപ്പാണ്. ഓക്കെ. അപ്പം കോളേജിങ് സ്കൂളിങ് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? സ്കൂള് വന്നിട്ട് ഞാൻ ചെറിയ 1 to 4 പഠിച്ചത് എൻ്റെ വീടിനടുത്തുള്ള ചെറുവിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജന്മം. അവിടെ അടുത്തുള്ള ചെറുവിക്കൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് 1 to 4 വരെ. പിന്നെ 5 to 7 വരെ പ്രശാന്ത് നഗറിലൊരു സെൻറ്റ് ഫ്രെയിം സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ 8 to 10 പഠിച്ചത് പട്ടം ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് MG കോളേജിലാണ് അത് കഴിഞ്ഞ് 5 വർഷവും MG കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ കോളേജ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിലേക്ക് എന്നുള്ളത് കോളേജ് പഠിക്കുന്ന ടൈമിലാണോ ഡിസൈഡ് ചെയ്തതോ അത് കഴിഞ്ഞിട്ടാണോ, അതോ കുഞ്ഞുനാൾ മുതലേ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് വേണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണോ? ഞാൻ 8ാം ക്ലാസ് തൊട്ട് ഞാൻ ട്യൂഷൻ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു. സ്വന്തമായിട്ട് ഏൺ ചെയ്യണം, വീട്ടിൽ നിന്ന് അധികം പൈസ അവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. എനിക്ക് വീട്ടിൽ ഞങ്ങൾ 6 പേരാണ്. എനിക്ക് 3 ചേട്ടന്മാരും ഒരു ചേച്ചി ഒരു അനിയനുമാണ് ഉള്ളത്. അപ്പം അവരിൽ നിന്നൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതി 8ാം ക്ലാസ് ആയപ്പോൾ ചെറിയ കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ വീടുകളിൽ പോയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വീടുകളിൽ പോയി പഠിപ്പിച്ച് ചെറുതിലേ കുറച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം 10 കഴിഞ്ഞു, 10th കഴിഞ്ഞു, ഡിഗ്രിയൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഹിന്ദി ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു. ഹിന്ദി പ്രഥമമായിട്ട് സാഹിത്യാചാരി വരെയുള്ള ക്ലാസ്സുകൾ. അങ്ങനെ എൻ്റെ വീട്ടിൽ ഒരു 35-40ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു അക്ഷയ വിദ്യാലയം സ്വന്തമായിട്ട് തന്നെ എൻ്റെ അമ്മ എനിക്കായിട്ട് കെട്ടിത്തന്നു. അങ്ങനെ വീടിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു ട്യൂഷൻ സെൻറ്റർ, അതായിരുന്നു എനിക്ക് ഇൻകം ഏൺ ചെയ്യാനുള്ള വഴി. അങ്ങനെ കോളേജിലൊക്കെ പഠിച്ചത് എൻ്റെ സ്വന്തം കയ്യിലുള്ള പൈസ കൊണ്ട് തന്നെയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പം ചെറിയ പ്രായം മുതൽ തന്നെ ആ ഒരു ഏർണിങ്സ് വന്നു തുടങ്ങിയപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു 9 to 5 ജോബ് ചെയ്യുന്നതിനേക്കാളും കൺവീനിയൻറ്റും നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്നതും നമ്മൾ തന്നെ ബോസ് ആയിരിക്കുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അതെ, അണ്ടർ ദ ബോസ് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആരെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കുറച്ച് പേർക്ക് ജോലി കൊടുത്ത്, അങ്ങനെയൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിലെ. അപ്പോൾ ഇനി നമുക്ക് ശരിക്കുമുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അമ്മമാരുടെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അമ്മ ചിരിക്കുക എന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ട് കഴിഞ്ഞ May 11 കണ്ടക്ട് ചെയ്ത ആ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാം. അമ്മച്ചിരിക്കുക എന്നുള്ള പ്രോഗ്രാം ഞാൻ വളരെ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട്. കാരണം 2010 എൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ അന്ന് ആ സമയത്ത് എൻ്റെ അമ്മയെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ളൊരു സാമ്പത്തിക അവസ്ഥയിലൊന്നും ആയിരുന്നില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ ഒന്ന് കൊച്ചി വരെയെങ്കിലും ഫ്ലൈറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ ആ പ്രായത്തിൽ നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ലല്ലോ. അപ്പോൾ നമ്മളൊരു അമ്മയാകുമ്പോഴാണ് ആ അമ്മയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ബിസിനസ്
ഈ ഇതിൽ ഞങ്ങൾ പല ഫ്ലൈറ്റ് ട്രാവലൊക്കെ പോകേണ്ടിയുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെ ഈ അമ്മമാരെ, വയസ്സായ അമ്മമാരെയൊക്കെ കൊണ്ട് വളരെ കെയറായിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പം സത്യത്തിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എന്നെങ്കിലും എനിക്കിത് പറയുമ്പോൾ കുറച്ച് കണ്ണീര് വരും. എന്നെങ്കിലും എനിക്ക് ഈ സന്തോഷം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഒരു 10 അമ്മമാരിലേക്ക് സോറി ഇറ്റ്സ് ഓക്കെ 10 അമ്മമാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന് കരുതി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റിന് തന്നെ അതിന് മുന്നായിട്ടൊരു 4-5 മാസത്തിന് മുന്നേ എൻ്റെ ഓഫീസിൽ പുതിയൊരു മാനേജർ ജോയിൻ ചെയ്തു. പുള്ളിയുടെ പേര് മിസ്റ്റർ നവീൻ എന്നാണ്. നവീൻ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നവീനോട് പറഞ്ഞു, നവീൻ ആദ്യം ഹസ്ബൻഡിനോടാണ് പറഞ്ഞത്. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊരു പരസ്യമാകുമ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, നമ്മളിതൊരു പരസ്യത്തിന് വേണ്ടിയാണെന്ന്. ഒരിക്കലും ഒരു പരസ്യത്തിന് വേണ്ടിയായിരുന്നില്ല. പക്ഷേ നമ്മുടെ മാനേജർ നവീൻ പറഞ്ഞത്, മാഡം എന്തായാലും നമുക്ക് ചെയ്യണം, മാഡത്തിൻ്റെ ആഗ്രഹം നമുക്ക് ഫുൾഫിൽ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു. പിന്നെ അതിനായിട്ടുള്ള കാര്യങ്ങൾ അവരൊക്കെ തന്നെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിനുവേണ്ടി ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾ പത്രപ്രസ്താവന കൊടുത്തു. പത്രപ്രസ്താവന എടുത്തപ്പോൾ കുറച്ച് പത്രങ്ങൾ അത് ഏറ്റെടുത്തു, പത്രങ്ങളിലൊക്കെ വന്നു. അപ്രകാരമാണ് കുറേ അമ്മമാരൊക്കെ അറിഞ്ഞു, അമ്മമാരുടെ മക്കളറിഞ്ഞു, അയൽവർക്കൊക്കെ എങ്ങനെയൊക്കെയോ അവരറിഞ്ഞു. കുറേ പേര് ഫോണിൽ കൂടെ വിളിച്ചു, കുറേ പേര് ഓഫീസിൽ വന്നു. പക്ഷേ ഇവരെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ നിർധനരായ അമ്മമാരെയാണ് സൗജന്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. 1 രൂപ പോലും അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടല്ല. ഒരിക്കലും ഈ ഫ്ലൈറ്റ് യാത്ര സ്വപ്നം മാത്രം എന്ന് കരുതുന്ന അമ്മമാർക്കായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വന്നപ്പോൾ ഒരുപാട് അമ്മമാർ വന്നു, പക്ഷേ അതെല്ലാം റിച്ച് അമ്മമാരായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഒരു 200ഓളം ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 20 പേരെ നമ്മൾ സെലക്ട് ചെയ്തു. വളരെ പാടുപെട്ടിട്ടാണ് സെലക്ട് ചെയ്തിട്ട് ആ 20 പേര് വളരെ വളരെ പാവപ്പെട്ട അമ്മമാർ. അവരെ എങ്ങനെ നോ പറയുമെന്ന് നമുക്കറിയാം. എന്തായാലും നമ്മൾ 10 പേരല്ലേ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയെ ഓഫീസിലോട്ട് വിളിച്ച് നമ്മൾ ആ 20 പേരിൽ നിന്ന് 10 പേരെ നറുക്കെടുക്കാമെന്ന് കരുതി. പക്ഷേ അന്ന് വിളിച്ചപ്പോൾ അമ്മയ്ക്ക് എന്തോ അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കൊട്ടാരത്തിലോട്ട് ക്ഷണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം കൊട്ടാരം കാണാൻ ഭയങ്കര ആഗ്രഹമായിട്ടിരുന്നതാണ്. അത് ഞങ്ങൾ രാവിലെ ഞാൻ ഹസ്ബൻഡ് ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നുണ്ട്. ആ ഹെൽത്ത് ക്ലബ്ബിലെ കുറച്ച് ഫ്രണ്ട്സാണ് ആ കൊട്ടാരത്തിലോട്ട് എൻട്രി കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അവരെ ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. അപ്പം അങ്ങനെ അമ്മ തന്നെ ഈ 10 പേരെ സെലക്ട് ചെയ്തു, എടുത്തു തന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഞാൻ അടുത്തിരുന്നൊരു കസേരയെല്ലാം ഇരുന്നു. ആ ലക്ഷ്മിബായി തമ്പുരാട്ടി ഇരുന്ന കസേരയുടെ അടുത്താണ് ഇരുന്നത്. എനിക്കറിയത്തില്ല ഇരിക്കാമോ ഇരുന്നൂടെന്ന് അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്നങ്ങ് ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റൊക്കെ അവതരിപ്പിച്ചപ്പോൾ അമ്മ ഭയങ്കര സന്തോഷമായി. അമ്മ പറഞ്ഞു, താൻ ഇരിക്കുന്ന കസേര ഇപ്പം ആരിരിക്കുന്ന കസേരയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇരുന്നത് അബദ്ധമായോ ബുദ്ധിമുട്ട്. അപ്പോൾ പറഞ്ഞു, ഇത് സ്വാതി തിരുനാൾ ഇരുന്ന കസേരയിലാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഈ കസേരയിലാണ് സ്വാതി തിരുനാൾ ഇരിക്കുന്നത്. കാരണം മഹാരാജാക്കന്മാരിൽ അമ്മയെ കൂടുതൽ സ്നേഹിച്ച ഒരു രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പം അദ്ദേഹത്തെ ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു, കോയിൻസിഡൻസ് അതേ കസേരയിൽ തന്നെ വന്നിരിക്കാൻ പറ്റിയത് വളരെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ആ ഒരു നിമിഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എലക്ട് ചെയ്തു. ഈ 10 അമ്മമാരെ ഞങ്ങൾ ഓഫീസിലോട്ട് വിളിപ്പിച്ചു. അതുവരെ ഈ അമ്മമാരെയൊന്നും ഞാനങ്ങനെ കാണാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. അറിയാമല്ലോ, നമ്മുടെ ഫീൽഡ് എപ്പോഴും തിരക്കായിരിക്കും, 24 hours തിരക്കായിരിക്കും. അപ്പം അന്നാണ് 10 അമ്മമാരെ ഞാൻ കാണുന്നത്. ഒരു ഭയങ്കര സന്തോഷം. അവരെ കണ്ട നിമിഷം അവർക്കും സങ്കടം, എനിക്കും സങ്കടം. അവരെല്ലാം വിളിച്ചു. നമ്മുടെ സ്ഥലം MLA കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ വിളിച്ച് അവരെ ടിക്കറ്റ് കൈമാറുന്ന ഒരു ചടങ്ങ് മാർച്ച് 5-നായിരുന്നു നടത്തിയിരുന്നത്. അന്ന് ഒരു ഭയങ്കര സന്തോഷത്തിൽ അവർ തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും അമ്മമാരിൽ നിന്ന് ഈ 10 അമ്മമാർ അവരെത്തും എന്നുള്ള കാര്യം. പക്ഷേ വളരെ പാവപ്പെട്ട അമ്മമാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മുടെ ഒരു വിജയമാണ്. കാരണം അതിൽ നമുക്ക് പാളിച്ചകളൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങളറിയാവുന്ന ആരോടും ഞങ്ങളിത് പറഞ്ഞിട്ടില്ല. എല്ലാം ഓപ്പണായിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള അമ്മമാരെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാതെ കോമണായിട്ട് പത്രത്തിൽ തന്നെ കൊടുത്ത് അങ്ങനെ വന്ന അമ്മമാരെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അവർ ഓഫീസിൽ വിളിച്ച് ഇതെല്ലാം ചെയ്തു. പിന്നെ അവരെ ചെയ്തതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം കൊച്ചി വരെ ബൈ ഫ്ലൈറ്റാണ്. പിന്നെ അവിടെ നിന്ന് ക്രൂയിസാണ്, അതായത് സൺസെറ്റ് ക്രൂയിസ്. നമ്മുടെ കൊച്ചിയിലെ തന്നെ 2ാമത്തെ ഷിപ്പായ
മെറീന ക്രൂയിസ് ഉണ്ട്, വലിയ ഷിപ്പാണ്. ആ ഷിപ്പിലാണ് കൊണ്ടുപോയത്. അവിടത്തേക്ക് അനുഭവങ്ങൾ, ആ അമ്മമാർ അനുഭവിച്ച ആ സന്തോഷമൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് അത്രയും ഒരു കാര്യം ചെയ്തു കൊടുത്തല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ എല്ലാ നിമിഷവും. ഇന്നും മിക്കവാറും എല്ലാ അമ്മമാരും വിളിക്കും. അവർ ചില അമ്മമാർ പറയാണ്, ഒരമ്മ പറഞ്ഞതാണ്, 10 വർഷമായി ഞാൻ ചിരിച്ചിട്ടെന്ന് പറയുന്നു. അവരുടെ മകൻ മരിച്ചുപോയി, ഒരു ഹസ്ബൻഡ് മരിച്ചുപോയി. അന്നത്തെ ആ കൊച്ചിയിൽ വന്ന ദിവസമാണ് അവർ ചിരിക്കുന്നത് ആദ്യം. അത്രയ്ക്ക് അവർ സന്തോഷിച്ചു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ചോറ്റാനിക്കര അമ്പലത്തിൽ അവരെ കൊണ്ടുപോയി, അവരെ തൊഴിച്ചു. 1 മണിക്കൂറോളം അവരവിടെ വളരെ സന്തോഷത്തോടെ നിന്നു. പിന്നെ മെട്രോ റെയില്, പിന്നെ അതുപോലെ തന്നെ ഹിൽ പാലസ് കാണിക്കാൻ പറ്റിയില്ല, അന്ന് മൺഡേ ആയിരുന്നു, അവധിയായിരുന്നു. പിന്നെ അവരെ കൊച്ചിയിലെ കുറേ സൈറ്റ് സീയിങ് പോയിൻറ്റുകളൊക്കെ കാണിച്ചു, നല്ല ഫുഡൊക്കെ കഴിച്ചു. അവർ വളരെ ഹാപ്പിയായി. വൈകുന്നേരം 7:30 വന്ദേ ഭാരതിലാണ് അവരെ കൊണ്ടുവന്നു. ഒരു റൂമിലൊക്കെ തന്നെ അവർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫുഡും ഇതുപോലുള്ള ഹോട്ടൽ അക്കോമഡേഷനൊക്കെ ഒരു ഫസ്റ്റ് ടൈമല്ലേ, ഒരു കൊച്ചുകുട്ടികൾ ആസ്വദിച്ച് കാണുന്ന പോലെ ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിമാനയാത്രയാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ അവർ ഫ്ലൈറ്റിൽ കയറി ക്രൂയിസിൽ യാത്ര ചെയ്തു, ട്രെയിൻ, മെട്രോ, അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗതാഗത സൗകര്യത്തിൽ കൂടെയും അവർ യാത്ര ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊച്ചി തന്നെ സെലക്ട് ചെയ്യാൻ കാരണം, ഇതെല്ലാം കൊടുക്കാൻ പറ്റുന്ന കൊച്ചിയാണ്. അതുകൊണ്ടാണ് കൊച്ചി തന്നെ സെലക്ട് ചെയ്തത്. അവരെ എങ്ങനെയെങ്കിലും മാക്സിമം സന്തോഷിപ്പിക്കണം. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. പക്ഷെ അവർ ഇന്നും ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അവർ പറയുന്നൊരു കാര്യം, അത് ഭയങ്കര ഒരു ഇതാണ്. അവർ പ്രാർത്ഥിക്കുമ്പം ഇന്ന് മാഡത്തിൻ്റെ ഫാമിലിക്കും വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കുന്നതെന്നാണ്. അവരൊരിക്കലും വിചാരിക്കാത്തൊരു കാര്യം. പക്ഷെ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ അമ്മമാരെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവരെ കണ്ടു, സംസാരിച്ചു. ഇപ്പം അവരൊരു ഫാമിലി മെമ്പറിനെ പോലാണ് മാമിനെ കാണുന്നത്. തീർച്ചയായിട്ടും. അവരുടെ ഫാമിലി ആയിട്ട് കണക്ട് ഉണ്ടോ ഇപ്പോഴും? ഇല്ല, അവരുടെ ഫാമിലിയായിട്ട് ഞാൻ അധികം കണക്ട് ഒന്നുമില്ല. അമ്മമാരുമായിട്ടാണ് കണക്ട്. അതെൻ്റെ മാനേജർ നവീനാണ് കൂടുതൽ അവരുമായിട്ട് സംസാരിക്കും. പക്ഷേ ഇന്ന് അമ്മമാർ എൻ്റെ ഫോൺ നമ്പർ നവീൻ്റെന്ന് വാങ്ങിച്ചിട്ട് അവരെന്നെ വിളിക്കുന്നുണ്ട്, മാഡത്തിന് എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ തീർച്ചയായിട്ടും കാണാൻ പറ്റും, ഞാൻ വീട്ടിൽ വരും. അവർ അതിശയത്തോടു കൂടി ഇരിക്കുകയാണ്, വീട്ടിൽ വരുമെന്ന് ചോദിച്ചിട്ട്. ഈ 10 പേരെ സെലക്ട് ചെയ്തല്ലോ, ശരിക്കും സ്വന്തം അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അമ്മയ്ക്ക് നൽകാൻ പറ്റാതെ പോയൊരു അവസരം നൽകുന്നതിനാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരിക്കലും നമ്മുടെ സ്വന്തം അമ്മയ്ക്ക് പകരമാവില്ല മറ്റൊരാള്. പക്ഷെ എന്നാലും 10 അമ്മമാരെ സ്വന്തമായിട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്നത്. അപ്പം ഇതുപോലത്തെ പ്രോഗ്രാംസ് ഇനി ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇത് ഞങ്ങളന്ന് മാതൃദിനത്തിൻ്റെ അന്നാണ് കൊടുത്തത്, മെയ് 11-ാം തീയതി. ഇനിയും ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്, അതെല്ലാം ചെയ്യണം. അപ്പം എന്തായാലും ഫ്യൂച്ചറിൽ ഇതുപോലത്തെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഗീത് ഇന്റർനാഷണൽ ആ ഒരു ലേബലിൽ തന്നെയാണോ ഇപ്പോഴും എല്ലാ പ്രോഗ്രാംസും കോർഡിനേറ്റ് ചെയ്യുന്നതും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഫംഗ്ഷൻ ചെയ്യുന്നതെല്ലാം ആ ഗീത് ഇന്റർനാഷണലിന്റെ പേരിൽ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. ഗീത് ഇന്റർനാഷണൽ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പേരിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ അമ്മ ചിരിക്കുക എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പം ആ കാര്യങ്ങൾ, അതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ച രീതികളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാവോ? ആദ്യം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, രാധാകൃഷ്ണൻ. പുള്ളിക്കാരൻ എൻ്റെ എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടീവാണ്. ഒന്നും നോ പറയാത്ത ഒരാളാണ്. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാലും നല്ലതല്ലാത്തത് ചെയ്യില്ല എന്നൊരു വിശ്വാസമായിരിക്കാം. പുള്ളി പറഞ്ഞു ഓക്കെ അതാണ് സന്തോഷമെങ്കിൽ. പക്ഷെ പുള്ളി സമ്മതിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു സപ്പോർട്ടല്ലാത്തൊരു ഹസ്ബൻഡാണെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കുട്ടികൾ 2 പേരാണ്, മോളും മോനുമാണ്. മോള് ഹൗസ് സർജൻസിയാണ്, ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ മോൻ വന്നിട്ട് BC ആണ്, പുള്ളി രാമയ്യ കോളേജിലാണ്, ബാംഗ്ലൂരാണ്. അവർ 2 പേരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. മോളും മോനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ ഹെൽത്ത് ക്ലബ്ബിലെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവർ നന്നായി അവരോടാണ് ഇത് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞത്. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അവരോടാണ് പറഞ്ഞത്. അവർ പറഞ്ഞു മാൻ പവർ എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. അതും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ അതിലൊരു സൗമ്യ സുകുമാരനുണ്ട്. പുള്ളിക്കാരി ഇതിനുള്ള പേപ്പർ വർക്കും, പുള്ളിക്കാരിക്ക് കുറച്ച് സോഷ്യൽ
വർക്കറാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റിയത് പുള്ളി ഈ നിമിഷം ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർക്കണം. പിന്നെ വേറെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റാഫുകൾ, ഓഫീസിലെ സ്റ്റാഫുകൾ, അതിൽ 2 പേര് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്തിട്ടില്ലാത്തവരായിരുന്നു. അവരെയും ഞാൻ അന്ന് കൂടെ കൂട്ടി. കാരണം നമ്മുടെ ഓഫീസിലിരുന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. അപ്പോൾ അതിൽ 2 പേര് ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടില്ലെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അവരെയും ഈ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ശരിക്കും അമ്മ ചിരിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് അവതരിപ്പിച്ച സമയത്ത് മക്കളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഡെഫിനറ്റ്ലി ഹസ്ബൻഡ് എഗ്രി ചെയ്തല്ലോ. അപ്പോൾ മക്കളുടെ സൈഡിൽ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായിരുന്നു, അവരുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ സപ്പോർട്ട് വന്നു എന്നൊക്കെ ഉള്ളതും കൂടെ ഒന്ന് പറയാം. മോളെ ഞാൻ അവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പുള്ളി ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിലായതുകൊണ്ട് പുള്ളിക്ക് അവധി കിട്ടിയില്ല. അത് കാരണം പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഒന്നും ബെനിഫിറ്റിനായിട്ട് വേണ്ടി ചെയ്യരുത് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി അങ്ങനെ ഒരു നാച്ചുറുള്ള ഒരാളാണ്. ഒന്നും നമ്മൾ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഇതൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല, അവരാ ഒരു നിമിഷത്തെ സന്തോഷമില്ലേ, അത് നമുക്ക് ഒരിക്കലും അവർക്ക് മറ്റെന്ത് കൊടുത്താലും ഇത് കൊടുക്കാൻ പറ്റത്തില്ല. അവരാ സന്തോഷം അത് അനുഭവിച്ച് അവർക്കേ അറിയുള്ളത്. അവരിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരത് എക്സ്പ്ലെയിൻ ചെയ്തനെയായിരുന്നു. പിന്നെ എൻ്റെ മകൻ, അവനൊന്ന് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും എൻ്റെ മകൾക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വളരെ ഇഷ്ടമാണ്. അവരെന്ത് പറഞ്ഞാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ന്യൂ ജനറേഷനാണ്, ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്കാണ് കൂടുതൽ അറിയാമെന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ടുകളുണ്ടായി. നമ്മുടെ ഈ കരിയറിൽ നിന്ന് ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്ന സമയത്ത് ഫാമിലിയും ഈ ബിസിനസ്സും എങ്ങനെ ബാലൻസ് ചെയ്തു? ലൈക്ക് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടും നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ കരിയറും നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ മാം ജോലി ചെയ്തുകൊണ്ടിരുന്നു, അവിടെ നിന്ന് റിസൈൻ ചെയ്തു, എന്നിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഫാമിലി ലൈഫും ഈ ഒരു ബിസിനസ്സുമായിട്ട് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി? ഫാമിലി ലൈഫിൽ കാരണം വീട്ടിൽ വന്നാൽ യഥാർത്ഥ ഒരു വീട്ടമ്മയായി മാറും ഞാൻ. രാവിലെ 9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് എ ബിസിനസ് വുമൻ. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ പറയും, നീ 9:30 കഴിഞ്ഞാൽ അമ്മയെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറയും. അതുവരെ അമ്മയായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിലോട്ട്. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം 7 മണി വരെ ഞാൻ ഹസ്ബൻഡ് പോലും ചിലപ്പോൾ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ മക്കൾ വിളിക്കാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. കാരണം എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ സംസാരിക്കും. അല്ലാത്ത പക്ഷം ഓഫീസും വീടുമായിട്ട് മിങ്കിൾ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യം അത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ തന്നെ വീട്ടിൽ സർവൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീടും ഓഫീസും കൊണ്ടുപോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും അങ്ങനെ എന്താ പറയുക, വളരെ റെയറായിട്ടാണ് ആൾക്കാരത് പറഞ്ഞ് കേൾക്കുന്നത്. 9 മണിക്ക് ശേഷം ഞാനൊരു ബിസിനസ് വുമൻ ആയിരിക്കും, അല്ലേ? അതിനു മുന്നേയും നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷവുമായിരിക്കും എൻ്റെ ഫാമിലി ടൈം വരുന്നത്. ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അമ്മ ചിരിക്കായി ഒരു അടിപൊളി പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ. ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ പറയാമോ എന്നറിയത്തില്ല, എൻ്റെ വീട്ടിലൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ മകളുടെ കല്യാണത്തിന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയെ കൂടെ ഒന്ന് കല്യാണം കഴിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ അതൊരു വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കണം, എങ്കിലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹം മാത്രം പോരല്ലോ. അതെ, എന്തായാലും ആ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ അമ്മ ചിരിക്കായി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചാൽ തീരെ ഇല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സൗജന്യ യാത്രയായിരുന്നല്ലോ എല്ലാവർക്കും നൽകിയത്. ഫ്ലൈറ്റ് ആകട്ടെ, മെട്രോ ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ യാത്രയാകട്ടെ, സ്റ്റേയും ഫുഡും എല്ലാം സൗജന്യമായിരുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ആ ഒരു ഉള്ളിൽ നിന്ന് വരുമ്പോഴാണല്ലോ നമുക്കത് കിട്ടുന്നത്.
കാരണം അത് പറയുകയാണെങ്കിൽ ഈ സൗജന്യമായിട്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം ആദ്യം ഇവരെ തന്നെ കളിയാക്കി. അതൊക്കെ വെറുതെയാണ്. അവർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്ന എന്തെങ്കിലും ഉപാധികളായിരിക്കും. സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മമാരെ അവരുടെ മക്കൾ തന്നെ അതിലൊന്നും പോകേണ്ട കാര്യമില്ല, നടക്കാത്ത കാര്യമാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ ഞങ്ങളെ അറിയാവുന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അവരും എന്തിനാണ് ഇത്രയും പൈസയൊക്കെ ചിലവാക്കുന്നത്, അങ്ങനെയുള്ള ഒരു ടോക്കൊക്കെ ഉണ്ട്. ആരും വിശ്വസിച്ചില്ല സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങൾ കൊണ്ടുപോകുമെന്നോ ഇതൊക്കെ ചെയ്യുമെന്നോ ഒന്നും ആരും വിശ്വസിക്കാത്തൊരു കാര്യമാണ്. സംഭവിച്ചപ്പോഴാണ് സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ശരിക്കും പറഞ്ഞത് ശരിയാണ്. മേ ബി ആരും വിശ്വസിച്ചില്ല. ആദ്യം ഈ അമ്മമാരൊക്കെ വന്നപ്പോൾ അവർ കൊണ്ടുപോവോ ഇല്ലയോ, അവർക്കൊരു രണ്ട് മനസ്സായിരുന്നു. വെറുതെ പറയുന്നതാണോ എന്നൊക്കെ. ശരിക്കും ടിക്കറ്റ് കൈമാറുന്നത് വരെ ആ ഒരു ഡൗട്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു ആദ്യം. കാരണം അല്ലെങ്കിൽ നമ്മൾ പത്രപ്രസ്താവന കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വിമൻ ഓൺ ദ മൂവ് പ്രോഗ്രാം കാണുന്നുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആകാൻ ഡെഫിനറ്റ്ലി സാധിക്കുന്നുണ്ട്. അപ്പോൾ മാമിന് അവരോട് എന്താണ് പറയാനുള്ളത്? കാരണം നമ്മൾ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബം എല്ലാം നമ്മുടേതെന്ന് മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം ചെയ്തതിൽ വലിയ എമൗണ്ടൊന്നും എനിക്ക് ആയിട്ടില്ല. പക്ഷേ ആ എമൗണ്ടിനേക്കാളും 10 മടങ്ങ് സന്തോഷം നമുക്കവർക്ക് കൊടുക്കാൻ കിട്ടി. എല്ലാവരും ചെയ്യുമെന്ന് പറയും, പക്ഷെ ചെയ്യത്തില്ല. പക്ഷെ ഇതിനൊന്നും വലിയ പൈസയൊന്നും വേണ്ട, മനസ്സിലായാലും. നമ്മുടെ മനസ്സിലൊരാഗ്രഹം അത്രയും തീവ്രമായിരുന്നാൽ മതി. ചെയ്യാൻ പോണ കാര്യം ചെയ്യുക, വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പൈസയെ നമുക്ക് ജീവിക്കാനൊക്കെ ആവശ്യമുള്ളൂ. ബാക്കി കുറച്ച് മിച്ചം വയ്ക്കുക. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പം നമുക്കൊരു സിഗ്നേച്ചർ, നമ്മളെക്കുറിച്ച് ഓർക്കാൻ ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ശരിക്കും നല്ല അടിപൊളി, നമുക്ക് വളരെ ഹ്യൂമാനിറ്റിയോടുകൂടി കാണാൻ പറ്റുന്ന പ്രൊജക്ട്സ് തന്നെയാണ് മാം ഓരോ കാര്യവും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത്. ഇതുപോലെ ഇനിയും പ്രൊജക്ട്സുകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് പേരുടെ സന്തോഷത്തിനും ആ ഒരു പുഞ്ചിരിക്കും റീസൺ ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു വിമൻ ഓൺ ദ മൂവ് പ്രോഗ്രാമിലേക്ക് എത്തിയതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഗീത മാം ആണ്, ഗീത് ഇൻ്റർനാഷണൽ ട്രാവൽസ് ആൻഡ് ടൂർസിൻ്റെ മാനേജിങ് ഡയറക്ടർ. അപ്പം ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് അത് അമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വ്യക്തി കൂടെയാണ്. അപ്പം ഇതുപോലെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു വ്യക്തിയുമായിട്ട് എത്തുന്നത് വരെയും ഇറ്റ്സ് മീ ഷെജീന സൈനിങ് ഓഫ്.